ഹായ് എവരിവൺ, ഏവർക്കും സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ കീഴിലുള്ള റൈറ്റ്സ് ലിമിറ്റഡിലെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അറിയിക്കാനായിട്ടാണ് ഞാൻ വന്നത്. എക്സ് രണ്ട് ജോബ് വേക്കൻസിയാണ് റൈറ്റ്സ് ലിമിറ്റഡിനകത്തുള്ളത്. റെഗുലർ ബേസിസിലാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇതൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഇതൊരു PSU ആണ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ജോലിയാണ്. അപ്പൊ ഇതിനകത്ത് രണ്ട് വേക്കൻസി ഉണ്ട്. എന്താണ് റൈറ്റ്സ് എന്നും എന്താണ് ഇതിനകത്തുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി എന്നും നമുക്ക് അതിന്റെ PDF നോക്കി മനസ്സിലാക്കാം. ഇപ്പൊ എക്സ് സർവീസ്മാൻ ആയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ഈ വർഷം ഈ വരാൻ പോകുന്ന മാസങ്ങളിൽ എക്സ് സർവീസ്മാൻ ആകാനായിട്ടുള്ള തയ്യാറെടുക്കുന്ന നമ്മുടെ സൈനിക സുഹൃത്തുക്കൾ ഈ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിനകത്ത് രേഖപ്പെടുത്താവുന്നതാണ്. ഈ ജോബ്സ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നല്ലതായിരിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ഇത് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ, അപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ബിക്കോസ് ഇതിന് ഫീസ് അടക്കമുണ്ട്. ഏകദേശം 300 രൂപ വരെ ഫീസ് ഉണ്ട്. ബട്ട് ഇതിനകത്തൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് ഒന്നും അവർ ചോദിക്കുന്നില്ല. ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണിത്. നമുക്ക് PDF നോക്കാം. അപ്പൊ ഞാനിവിടെ PDF ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റൈറ്റ്സ് ലിമിറ്റഡ് എ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്റർപ്രൈസസ് ആണ്. റൈറ്റ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ നവരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണ്. ഇതൊരു നവരത്ന, ഇന്ത്യയിലെ നവരത്ന കമ്പനികളിൽ ഉൾപ്പെട്ടിട്ടുള്ള മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് റൈറ്റ്സ് ലിമിറ്റഡ്. ഓക്കെ, ഇപ്പൊ ഇവിടെ വേക്കൻസി വിളിച്ചിരിക്കുന്നത് വേക്കൻസി നമ്പർ RG0726 ആണ്. RG0726 അസിസ്റ്റന്റ് HR, അസിസ്റ്റന്റ് ഹ്യൂമൻ റിസോഴ്സസിലെ അസിസ്റ്റൻസ് ആണ് വിളിച്ചിരിക്കുന്നത്. അൺറിസർവിൽ 8 വേക്കൻസിയും EWSൽ 2ഉം OBC നോൺ ക്രീമിലിയറിൽ 1ഉം SCക്ക് 3ഉം STക്ക് 1ഉം ടോട്ടൽ 15 വേക്കൻസിയാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ നോട്ട് ചെയ്യേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് 2 പോസ്റ്റേഴ്സ് റിസർവ്ഡ് ഫോർ എക്സ് സർവീസ്മാൻ ഓൺ ഹൊറിസോണ്ടൽ ബേസിസ്. അപ്പോൾ എക്സ് സർവീസ്മാന് 2 പോസ്റ്റ് ഇവിടെ റിസർവ് ചെയ്തിട്ടുണ്ട് എക്സ് സർവീസ്മാന് വേണ്ടിയിട്ട്. സോ നമുക്ക് ഈ 15ൽ 2 വേക്കൻസി എക്സ് സർവീസ്മാൻ ആണ്. സോ അത് ഗവൺമെന്റിന്റെ നല്ലൊരു ഡിസിഷൻ ആയിട്ടാണ് തന്നെ എനിക്ക് തോന്നുന്നത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ, അതായത് റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു മെട്രോ, പല ഇന്ത്യയിലെ പലതരം മെട്രോകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥാപനങ്ങളാണ്. സോ ആ റൈറ്റ്സ് അതിനകത്തൊരു ജോലി കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല പേ ലെവൽ, പേ സ്കെയിലും ഒക്കെ ഉണ്ട്. ബട്ട് ഇത് റെഗുലർ ബേസിസ് ജോബാണ്. നമുക്ക് അതിനകത്ത് നോക്കാം. ഏജ് റിലാക്സേഷൻ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഡെസിഗ്നേഷൻ നോക്കാം. അസിസ്റ്റന്റ് HR എന്നാണ്. അസിസ്റ്റന്റ് ഹ്യൂമൻ റിസോഴ്സിലെ HR നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹ്യൂമൻ റിസോഴ്സസ് എന്താണെന്നും അതൊക്കെ MB എടുത്തിട്ടവരാണ് HR ആകുക. അതായത് ഹ്യൂമൻ റിസോഴ്സിൽ MB എടുക്കുന്നവരാണ് HR. അവർ അസിസ്റ്റന്റ് ആയിട്ടാണ് ഇവിടെ ജോലി. ഇവിടെ മിനിമം ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ. ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ മാത്രം മതി. ഇവിടെ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ മാത്രം മതി. മിനിമം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ നില്ലാണ്, എക്സ്പീരിയൻസ് നില്ലാണ്. എക്സ്പീരിയൻസിന്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ ഇത് വളരെ നല്ലൊരു ചാൻസ് ആണ്. നന്നായിട്ട് പഠിക്കുന്നു നമ്മുടെ എക്സ് സർവീസ്മാൻ സുഹൃത്തുക്കൾക്ക് ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇവിടെ സെലക്ഷൻ പ്രോസസ് നോക്കുകയാണെങ്കിൽ റിട്ടൺ എക്സാം ഉണ്ട്. ഓക്കെ, റിട്ടൺ എക്സാമിനകത്ത് 125 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇവിടെ 125 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ 2.5 മണിക്കൂർ സമയമുണ്ട്. സോ ഇനഫ് ടൈമും ഉണ്ട്. 125 ക്വസ്റ്റ്യൻ ഉള്ളു. സാധാരണ നമ്മൾ ഒരു RB അസിസ്റ്റന്റ് അല്ലെങ്കിൽ SSC CGL ഒക്കെ എടുക്കണം തന്നെ വളരെ ടൈം കുറവാണ്. പക്ഷെ ഇവിടെ സഫീഷ്യന്റ് ടൈം നമുക്കുണ്ട്. 2.5 മണിക്കൂർ, ഏകദേശം 150 മിനിറ്റ്, ഏകദേശം 150 മിനിറ്റ് നമുക്ക് 125 ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളിവിടെ കണക്ക് കൂട്ടുകയാണെങ്കിൽ 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ. 60 120 2 മണിക്കൂറായി 2.5 മണിക്കൂറായി 150 മിനിറ്റ് ഉണ്ട് എന്തിന് 125 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. സോ വളരെ നല്ലൊരു ചാൻസ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റിൽ കൂടുതൽ നമുക്ക് ടൈം കിട്ടുന്നുണ്ട് അറ്റൻഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഡോക്യുമെന്റ് സ്ക്രൂട്ടിനിക്ക് അത് ബേസ്ഡ് ഓൺ റിസൾട്ട്സ് ദി റിട്ടൺ ടെസ്റ്റ് ആൻഡ് നമ്പർ ഓഫ് വേക്കൻസീസ് ദ ഡോക്യുമെന്റ് സബ്മിറ്റഡ് ബൈ കാൻഡിഡേറ്റ്സ് വിൽ ബി സ്ക്രൂട്ടിനൈസ്ഡ് ബൈ റൈറ്റ്നസ്. നമ്മൾ ഇവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ ഉണ്ടാകും. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ, അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരത് റിജക്ട് ചെയ്യുന്നതായിരിക്കും. സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് കറക്റ്റ് ആയി. ഇവിടെ വെയിറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ വേരിയസ് പാരാമീറ്റർ സെലക്ഷൻ ഓൺലി റിട്ടൺ ടെസ്റ്റിനനുസരിച്ചിട്ടാണ്. ഈ ഒരു എക്സാമിനനുസരിച്ച് ഒരൊറ്റ ഒരു എക്സാമേ ഉള്ളൂ. ഈ ഒരു എക്സാമിനനുസരിച്ചിട്ട് മാത്രമാണ് ഇവിടെ ജോബ് കിട്ടുക. ഇവിടെ നോക്കാം, മിനിമം 50% മാർക്സ് ഓഫ് അൺറിസർവ്ഡ്. Okay, written test will be required enable candidate to consider the placement of final. അതായത് കട്ട് ഓഫ് മാർക്ക് ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. 50% ഓഫ് അൺറിസർവ്ഡിനും
45% SC/STക്കും നമ്മളെപ്പോലുള്ള എക്സ് സർവീസ്മാനും 45% ഉണ്ടായിരിക്കണം. ഓക്കെ, റിട്ടേൺ എക്സാമിന് അതിന് മേലെയാണ് കട്ട് ഓഫ് മാർക്ക്. അതിന് താഴെ വന്നു കഴിഞ്ഞാൽ കട്ട് ഓഫ് മാർക്ക് ഇല്ല. കട്ട് ഓഫ് മാർക്ക് ഓൾറെഡി മെൻഷൻ ചെയ്തു. അപ്പൊ നമ്മൾ നോക്കുക, നല്ല ടഫ് എക്സാം ആയിരിക്കും. ഓക്കെ, ഏകദേശം 2 വേക്കൻസി നമുക്കുണ്ടെങ്കിൽ 45% നമുക്ക് കട്ട് ഓഫ് മാർക്ക് പറയുന്നതെങ്കിൽ, ഓക്കെ, സപ്പോസ് 100-ൽ 45 കട്ട് ഓഫ് പറയുന്നതെങ്കിൽ, സോ ജോലി കിട്ടാനായിട്ട് അറ്റ്ലീസ്റ്റ് 75-ന് മുകളിൽ, ഓക്കെ, 75-ന് എബോ മാർക്ക് മേടിച്ചെങ്കിൽ മാത്രമേ ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ബിക്കോസ് എല്ലാവരും ഇപ്പോൾ അവെയർ ആണ്. എല്ലാവർക്കും ഈ ജോബിനെ കുറിച്ചും ഈ സിലബസിനെ കുറിച്ചൊക്കെ നല്ല അവെയർ ആണ്. അപ്പൊ നമുക്ക് ഇതിന് റിലാക്സേഷനും സിലബസും കാര്യങ്ങളൊക്കെ കൂടി നോക്കാം. ഇവിടെ ക്ലിയർ ആയിട്ട് ഈ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നേച്ചർ ഓഫ് അപ്പോയിന്റ്മെന്റ്: the appointment will be initially on probation for period of 1 year from the date of joining, and further continuous as well as confirmation of service would be depend upon performance and verification of genuineness. ഓക്കെ, ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യത്തെ 1 വർഷത്തേക്ക് ഇവിടെ ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രൊബേഷൻ പീരീഡിലായിരിക്കും ആദ്യത്തെ 1 വർഷം. അതിനനുസരിച്ച് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചും മേലധികാരികളുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചും മാത്രമായിരിക്കും, ഓക്കെ, ഇവിടെ നമ്മുടെ പെർമനന്റ് ആക്കണോ അല്ലെങ്കിൽ ഉള്ള മുന്നോട്ടുള്ള 1 വർഷത്തിന് ശേഷമുള്ള അല്ല കോൺട്രാക്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഭാവി നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും. Also, documents submitted in the time of rights and till such the confirmation or audition, the employee will continue to be probation. Okay, എന്ന് വരെ നമ്മൾ ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തില്ല, അതുവരെ നമ്മൾ ആ പ്രൊബേഷൻ പീരീഡിലായിരിക്കും. അപ്പം ഞാൻ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ ഈ PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾ അതിനകത്ത് ചെക്ക് ചെയ്യുക. പിന്നെ അത് പറയുന്നുണ്ട്, സെലക്ടഡ് കാൻഡിഡേറ്റ് ഷാൽ ബി ലയബിൾ ഫോർ പോസ്റ്റിംഗ് ഓൾ ഇന്ത്യയിൽ എവിടെയോ അല്ലെങ്കിൽ വെളിയിലോ. ഓക്കെ, ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി കിട്ടാം. ഓക്കെ, ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ജോലി കിട്ടാം. Okay, candidates may also note that no application of an employee will be forwarded for jobs outside until she completes 2 years of service in company. Okay, ഇത് നോട്ട് ചെയ്യുക. 2 വർഷത്തെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെളിയിലോട്ട് പോകാനായിട്ട് ഒരു അവസരമുള്ളൂ. ഇപ്പൊ ഇവിടെ റെമ്യൂണറേഷനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ദ പേ വുഡ് ബി ഫിക്സ്ഡ് അറ്റ് ദ മിനിമം പേ സ്കെയിൽ. ഇവിടെ പേ സ്കെയിൽ ഉണ്ട്. ദ കാൻഡിഡേറ്റ്സ് ഫ്രം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് PSU ആർ എലിജിബിൾ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദ ബേസിക് പേ അക്കോർഡൻസ് വിത്ത് ദ പോളിസി ഓഫ് ദി കമ്പനി. ഇപ്പൊ ഈ കമ്പനിയുടെ പോളിസി ഉണ്ട്. ആ പോളിസിക്ക് അനുസരിച്ചിട്ടാണ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിനുള്ള അവരുടെ ബേസിക് പേ, അതായത് പേ പ്രൊട്ടക്ഷനെ കുറിച്ചാണ് പറയുന്നത്. പേ പ്രൊട്ടക്ഷനെ കുറിച്ച് അവരുടെ പോളിസിക്ക് അനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനനുസരിച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇൻ അഡീഷൻ ഓഫ് ബേസിക് പേ, കാൻഡിഡേറ്റ്സ് വുഡ് ബി പെയ്ഡ് DA. ഓക്കെ, DA കിട്ടും. ഫിക്സഡ് വേരിയബിൾ അലവൻസ്, കുറച്ച് അലവൻസസ്, ഫിക്സഡ് ആയിട്ടുള്ള വേരിയബിൾ ആയിട്ടുള്ള കുറച്ച് അലവൻസസും ഇവിടെയുണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. ലീവ്സ് ആസ് പെർ ലീവ് റൂൾസ്. ഇവിടെ ലീവ്സ് ക്ലിയർ മെൻഷൻ ചെയ്തിട്ടില്ല. അവിടെ ലീവ് റൂൾസ് അവരുടെ സൈറ്റിൽ പോയി നോക്കിയെങ്കിൽ മാത്രമേ അവരുടെ ലീവ് റൂൾസ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ മെറ്റേണിറ്റി ലീവ്, പെറ്റർണിറ്റി ലീവ് ഉണ്ട്. ഓക്കെ, പെറ്റർണിറ്റി ലീവ് ഉണ്ട്. മെഡിക്കൽ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. ഗ്രൂപ്പ് ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. ലീവ് എൻകാഷ്മെന്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ സാധാരണ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന സെയിം കാര്യം തന്നെ. നമ്മുടെ റൂൾസ് എത്രയായിരുന്നു? 60 ഡേയ്സ് ആനുവൽ ലീവ് പ്ലസ് 30 ഡേയ്സ് CL ആണ്. അപ്പൊ ഇവരുടെ ആനുവൽ ലീവ് അല്ലെങ്കിൽ കാഷ്വൽ ലീവ്സിനനുസരിച്ച് അവർ അറിയിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ലീവ് റൂൾസിനനുസരിച്ച് മാത്രമായിരിക്കും നടക്കുക. ഓക്കെ, ഇവിടെ നോക്കുക, വേക്കൻസി അസിസ്റ്റന്റ് HR, പേ സ്കെയിൽ 20,000 to 66,000. അപ്പൊ മേ ബി പ്രൊബേഷൻ പീരീഡിൽ 20,000 ആകാം നമുക്ക് കിട്ടുക. അതിനുശേഷം അപ്രോക്സിമേറ്റ് CTC 8.16 lakhs ആണ് കിട്ടുക. അപ്പൊ ആദ്യത്തെ 1 വർഷത്തിനകത്ത് പ്രൊബേഷൻ പീരീഡിൽ എമൗണ്ട് കുറവായിരിക്കാം. അതിനുശേഷം പറയുന്നുണ്ട്, ദ കാൻഡിഡേറ്റ് ഹു വോണ്ട് ദി അപ്പോയിന്റ്മെന്റ് absorption right service would be switching over from 8th CPC, 8 പേ കമ്മീഷൻ അനുസരിച്ച് അതിന്റെ പേ ലെവൽ 4-ല്, ഓക്കെ, 4th PRC, ഓക്കെ, അതിനകത്തോട്ട് ഷിഫ്റ്റ് ആകുമെന്നാണ് ഇവർ പറയുന്നത്. സോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുക. ഇവിടെ ഫീസ് ഉണ്ട്. ഇവിടെ നിന്ന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനറൽ കാൻഡിഡേറ്റ്സിന് 300, EWS ST-കാർക്ക് 100 ആണ്. അപ്പൊ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? അപ്പൊ സപ്പോസ് നിങ്ങൾ ജനറൽ ആണെങ്കിൽ, OBC-ലാണെങ്കിൽ നിങ്ങൾ 300 പ്ലസ് അതിന്റെ ടാക്സ് ഉണ്ട്. ഏകദേശം 350 രൂപയ്ക്ക് അടുത്ത് ഇവിടെ ഫീസ് അടയ്ക്കേണ്ടി വരും. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അതിനകത്ത് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഹെൽപ്പ് ഡെസ്ക് നമ്പർ ഉണ്ട്. ഈ നമ്പറിൽ വിളിക്കുക. എക്സ്ട്രാ ഈ നമ്പർ കോഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ
ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം കൂടി പറയാ, ഈ ജോലി നല്ലതാണോ അല്ലെങ്കിൽ വളരെ മോശമാണോ? അപ്പൊ നിങ്ങൾക്ക് അറിയിക്കാം. ബിക്കോസ് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള, അപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അപ്പോൾ ഇതേപോലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാവും ഇവിടെയെല്ലാം ജോലി ചെയ്യുന്നിട്ടുള്ളത്. അവരെല്ലാം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് നമ്മുടെ പട്ടാള സുഹൃത്തുക്കൾക്ക് അത് വളരെ ഉപകാരപ്പെടും. സർവീസ് കഴിയാൻ പോകുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ സർവീസ് കഴിഞ്ഞ് വളരെ ബുദ്ധിമുട്ടുന്നവർ വളരെ ഉപകാരപ്പെടുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചെറിയ ചാനലാണ്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. സോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി.